മനുഷ്യജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആശ്വാസവും ധൈര്യവും. എപ്പോഴും സന്തോഷവും സമാധാനവും ഒക്കെയാണ് നാം ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകമായ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ആശ്വാസം ആവശ്യമാണ്, അതേപോലെ തന്നെ ധൈര്യവും ആവശ്യമാണ്. നാം അറിയുന്നത് പോലെ നമ്മുടെ ജീവിതം എപ്പോഴും സുഖകരമാകണമെന്നില്ല. സുഖവും ദുഃഖവും പ്രയാസവും സങ്കടവും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെ പ്രയാസവും ദുഃഖവും സങ്കടവും ഒക്കെ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മെ ആശ്വസിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതേപോലെ തന്നെ ആരെങ്കിലുമൊക്കെ നമ്മെ ധൈര്യപ്പെടുത്തേണ്ടതും ആവശ്യമാണ്. ആശ്വാസവും ധൈര്യവും ഇല്ലാത്ത വ്യക്തിക്ക് പ്രയാസഘട്ടങ്ങളിൽ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ വളരെയധികം വിഷമമാണ്, ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് വിലാപഭവനങ്ങളിൽ നാം ആശ്വാസ വാക്കുകൾ പറയാറുള്ളത്. അത് മുറിഞ്ഞിരിക്കുന്ന ഹൃദയത്തിന് വളരെ വലിയ ഒരു ധൈര്യവും ആശ്വാസവും ഒക്കെ നൽകുന്നതാണ്. പ്രത്യേകിച്ച് ദൈവവചനത്തിലൂടെ നാം അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അത് മനസ്സിന് നൽകുന്ന ധൈര്യം ചെറുതൊന്നുമല്ല. ദാവീദ് രാജാവ് വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയതായ ഒരു സമയത്ത് താൻ ചമച്ചതായ സങ്കീർത്തനമാണല്ലോ 69-ാം സങ്കീർത്തനം. വാസ്തവത്തിൽ അത് പ്രവചന ദൃഷ്ടിയാ രേഖപ്പെടുത്തിയിട്ടുള്ളതായ സങ്കീർത്തനമാണ്, ഒരു മശിഹാ സങ്കീർത്തനമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ പ്രവചന ദൃഷ്ടിയാ താൻ രേഖപ്പെടുത്തിയിരിക്കുന്ന സങ്കീർത്തനമാണ് 69-ാം സങ്കീർത്തനം. അങ്ങനെ ദാവീദ് അനുഭവിച്ച കഷ്ടതകളുടെ മധ്യത്തിൽ താൻ പറയുന്നതായൊരു കാര്യമുണ്ട്. 69-ാം സങ്കീർത്തനം 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്നും നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല താനും. ആ വാക്യത്തിൻ്റെ ആരംഭ ഭാഗങ്ങളിൽ നാം വായിക്കുന്നത്, നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു, വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആർക്കും തോന്നിയില്ല. അങ്ങനെ നിന്ന തൻ്റെ ഹൃദയത്തെ വല്ലാതെ തകർത്ത സമയത്ത്, താൻ വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോയി, ഏകനായി തീർന്നുവോ എന്നൊക്കെ ഭാരപ്പെട്ടതായ സമയത്ത്, ഒറ്റപ്പെടലിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന സമയത്ത്, മാനസികമായ വളരെ വ്യഥയിലൂടെ കടന്നു പോയപ്പോൾ താൻ വിചാരിക്കുകയാണ്, ആരെങ്കിലും എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ. അങ്ങനെ ആരെങ്കിലും ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് താൻ നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല താനും. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ഇതേപോലെ ഒരു ഭാഗം കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം കാണുന്നത്, യോസേഫ് തൻ്റെ സഹോദരന്മാരെ ആശ്വസിപ്പിച്ചു, ധൈര്യപ്പെടുത്തി എന്നെഴുതിയിരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലം എന്താണ്? അവരുടെ അപ്പനായ യാക്കോബ് മരിച്ചു. യാക്കോബ് മരിച്ചു കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ യോസേഫിൻ്റെ സഹോദരന്മാർക്ക് വളരെ വലിയ പ്രയാസമുണ്ടായി, ഒരു വലിയ ചിന്താക്കുഴപ്പം അവർക്കുണ്ടായി. അതിലൊന്നാമത്തേത് അപ്പൻ്റെ മരണം തന്നെയാണ്. അപ്പനായ യാക്കോബ് മരിച്ചപ്പോൾ അവരുടെ എല്ലാ മാനസികമായ ധൈര്യവും നഷ്ടപ്പെട്ടു പോയി. വാസ്തവത്തിൽ മാതാപിതാക്കളുടെ മരണം മക്കളെ വല്ലാതെ തളർത്തുന്നതാണ്. അവർ എത്രമാത്രം പ്രായാധിക്യത്തിലാണ് മരിച്ചതെന്ന് പറഞ്ഞാലും, ഒരുപക്ഷെ ദീർഘനാളുകൾ രോഗികളായി കിടന്ന് വല്ലാതെ പ്രയാസപ്പെട്ടൊക്കെയാണ് മരിച്ചതെന്ന് പറഞ്ഞാലും, അവരുടെ മരണം മക്കളുടെ ഹൃദയത്തിനൊരു നൊമ്പരമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെ യാക്കോബ് മരിക്കുമ്പോൾ മക്കളുടെയൊക്കെ മനസ്സിൽ വലിയ പ്രയാസമായിരുന്നു. അവർ വല്ലാതെ സങ്കടപ്പെട്ടു. അങ്ങനെ സങ്കടപ്പെട്ടതായ സമയത്ത് യോസേഫ് അവരെ ആശ്വസിപ്പിച്ചു എന്ന് കാണുവാൻ സാധിക്കും. നമുക്ക് പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ സമയത്ത്, ദുഃഖം താങ്ങുവാനാകാതെ വിഷമിക്കുന്ന സമയത്ത് ആരാണ് വാസ്തവത്തിൽ നമ്മെ ആശ്വസിപ്പിക്കുന്നത്? മാനുഷികമായ വാക്കുകൾക്ക് നമ്മെ ആശ്വസിപ്പിക്കുന്നതിന് ഒരുപാട് പരിധികളും പരിമിതികളുമുണ്ട്. എന്നാൽ യഥാർത്ഥമായി നമുക്ക് ആശ്വാസം നൽകുന്നത് വലിയവനായ ദൈവമാണ്. ദൈവവചനത്തിലൂടെയുള്ള ആശ്വാസമാണ് വാസ്തവത്തിൽ നമുക്ക് ലഭിക്കേണ്ടുന്നത്. ജീവിതത്തിലെ ഏതൊരു പ്രയാസത്തിലും ദൈവവചനം നമ്മെ ആശ്വസിപ്പിക്കുന്നു. ആ ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതായ മാനസിക ബലവും ധൈര്യവും ഒക്കെ എത്രമാത്രം വിലയേറിയതാണ്. സങ്കീർത്തനക്കാരനായ ദാവീദ് രാജാവ് പറയുന്നത് പോലെ, കൂരിരുൾ താഴലിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. നോക്കുക, കർത്താവിൻ്റെ വചനം എല്ലാ സമയത്തും നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ്. ഒരു ഇടയൻ്റെ കയ്യിലെ വടിയും കോലും എങ്ങനെയൊക്കെയാണോ ആടുകൾക്ക് ആശ്വാസമാകുന്നത്, അതേപോലെ ദൈവവചനം നമ്മെ ആശ്വസിപ്പിക്കുന്നു. ആ വചനത്തിലൂടെ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുന്നു. ഇടയൻ തൻ്റെ കയ്യിലുള്ള വടിയും കോലും ഒക്കെ ഉപയോഗിച്ച് ഈ ആടിനെ രക്ഷിക്കുകയും അതിനാവശ്യമായിട്ടുള്ള പോഷണം നൽകുകയും ഒക്കെ ചെയ്യുന്നത് പോലെ നമ്മുടെ കർത്താവ് നമ്മെ പരിപാലിക്കുന്നു.
നമ്മുടെ പ്രയാസവേളയിൽ നമ്മെ ആശ്വസിപ്പിക്കുന്നു. ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ആവശ്യമുള്ള എല്ലാ ക്ഷേമവും ബലവും നമുക്ക് നൽകിത്തരുന്നു. സ്വർഗീയമായ പരിചരണം നമുക്ക് നൽകിത്തരുന്നു. അത് ഏറ്റവും വിലയേറിയതാണ്. യോസേഫ് തൻ്റെ സഹോദരന്മാർക്ക് അങ്ങനെയുള്ളതായ ഒരു ആശ്വാസമാണ് നൽകിയത്. രണ്ടാമത്തെ കാര്യം, അപ്പൻ്റെ മരണസമയത്ത് അവർക്കൊരു വലിയ സംശയമുണ്ടായി. നാളിതുവരെ അപ്പൻ തങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെങ്കിൽ യോസേഫ് തങ്ങളോട് യാതൊരു വിദ്വേഷവും കാണിക്കാതെ ഇരുന്നത്. ചില വർഷങ്ങൾക്ക് മുൻപ് യോസേഫിനെ 20 വെള്ളിക്കാശിന് മിദ്യാന്യർക്ക് വിറ്റുകളഞ്ഞതാണ്. ആ ദേഷ്യവും പകയും ഒക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവാം. അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പക്ഷെങ്കിൽ ആ ദേഷ്യവും പകയും ഒക്കെ സഹോദരന്മാരോട് തീർത്തേക്കാം. ഈ ഒരു ചിന്ത സഹോദരന്മാരെ വല്ലാതെ ഭാരപ്പെടുത്തി. അവർ ധൈര്യഹീനരായി തീർന്നു. അത് മനസ്സിലാക്കിയ യോസേഫ് അവരെ ധൈര്യപ്പെടുത്തി എന്നാണ് നാം വായിക്കുന്നത്. നിങ്ങളൊന്നുകൊണ്ടും പ്രയാസപ്പെടേണ്ട, നിങ്ങളെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം, എനിക്ക് നിങ്ങളോട് യാതൊരു പ്രയാസവുമില്ല എന്നിത്യാദി വാക്കുകൾ കൊണ്ട് യോസേഫ് സഹോദരന്മാരെ ധൈര്യപ്പെടുത്തി എന്ന് നാം വായിക്കുന്നു. വാസ്തവത്തിൽ യോസേഫ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു നിഴലാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. യോസേഫിനെ 20 വെള്ളിക്കാശിന് വിറ്റതുപോലെ കർത്താവായ യേശുക്രിസ്തുവിനെ 30 വെള്ളിക്കാശിന് കാണിച്ചു കൊടുത്തു യൂദ. നാം അത് വായിക്കുന്നുണ്ട്. യോസേഫിനെ വിറ്റുകളഞ്ഞത് അന്യരാരുമല്ല, സ്വന്തം സഹോദരങ്ങൾ തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചും ഇത് തന്നെയാണ് നാം കാണുന്നത്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരോ അവനെ കൈവിടിഞ്ഞു കളഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. യഹൂദന്മാർ അവനെ കൈവിട്ട് കളഞ്ഞു. അങ്ങനെ സഹോദരന്മാർ തള്ളിക്കളഞ്ഞ യോസേഫാണ് പിൽക്കാലത്ത് അവരുടെ രക്ഷകനായി തീർന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ എല്ലാവരും കൈവിട്ട് കളഞ്ഞു. എന്നാൽ അവിടുന്ന് ലോകരക്ഷകനായി തീർന്നു. കാൽവറി ക്രൂശിൽ സകല മനുഷ്യവർഗത്തിൻ്റെയും പാപം സ്വന്തം ശിരസിൽ ഏറ്റെടുത്തുകൊണ്ട് അവിടുന്ന് ലോകരക്ഷകനായി തീർന്നു. അവിടുന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവ് നൽകുന്ന ആശ്വാസം ഈ ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആശ്വാസത്തെക്കാൾ ഉപരിയായിട്ടുള്ള ആശ്വാസമാണ്. ലോകത്തിൽ നിന്ന് ലഭിക്കുന്നതായ സഹായവും ആശ്വാസവും ഒക്കെ താൽക്കാലികങ്ങളാണ്. എന്നാൽ കർത്താവ് നൽകുന്ന ആശ്വാസം സുസ്ഥിരമായിട്ടുള്ളത്, അതുല്യമായിട്ടുള്ളത്, ദൈവികമായിട്ടുള്ളത്. തിരുവെഴുത്തിൽ നാം വായിക്കുന്നത് പോലെ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് നമ്മെ ധൈര്യപ്പെടുത്തുന്നു. അവിടുത്തെ വചനത്തിലൂടെ നമ്മെ ധൈര്യപ്പെടുത്തുന്നു. അവിടുത്തെ വചനം നൽകി നമ്മെ ആശ്വസിപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം ആ വലിയ ധൈര്യം നമുക്ക് ലഭിക്കുവാൻ ഇടയായി തീരട്ടെ. വചനത്തിൽ ആശ്വാസം കൈക്കൊള്ളുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയിലും ആ വചനം നമ്മെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്ത് ഇന്നത്തെ ദിവസം സന്തോഷത്തോടെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ പലപ്പോഴും ഞങ്ങൾ ധൈര്യഹീനരായി തീർന്നിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ ആശ്വാസമില്ലാത്തവരായി മാറിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ പ്രയാസപ്പെടുന്ന സന്ദർഭങ്ങളിലെല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന സ്വർഗീയമായ ആശ്വാസത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന ധൈര്യത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അനേകർ ധൈര്യഹീനരായി തീർന്ന് ജീവിതത്തിൽ നിരാശ ബാധിച്ചവരായി മാറുമ്പോൾ അവിടുത്തെ മക്കളാകുന്ന അടിയങ്ങൾക്ക് കർത്താവെ അവിടുന്ന് നൽകുന്ന സ്വർഗീയമായ ആശ്വാസത്തിനും ധൈര്യത്തിനുമായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആരെങ്കിലും ആശ്വാസമറ്റവരായിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ധൈര്യഹീനരായി തീർന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ സമയം കർത്താവെ അവിടുത്തെ വചനത്താൽ അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.